ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പേപ്പറും പെൻസിലൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവമെന്ന്. ഞാൻ ഇന്നലെ ലൈവ് പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ, ഡ്രോയിങ്ങിൻ്റെ വീഡിയോ, കുഞ്ഞു മക്കൾക്കായിട്ടുള്ള ഡ്രോയിങ്ങിൻ്റെ വീഡിയോ ഇടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ്റെ മോനൊരാളുണ്ട്, നവനീത് ഉണ്ണിക്കണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കണത്. അപ്പോൾ കൊച്ചിൻ്റെ പേരെടുത്ത് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, കുഞ്ഞിത് കാണാറുണ്ട് വീഡിയോ. അപ്പോൾ അവനിത് കാണുമ്പോൾ പേരൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പേരൊക്കെ എടുത്തെന്ന് പറഞ്ഞത്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ എപ്പോഴും എന്നോട് പറയും, ആൻറ്റി എപ്പോഴും നല്ല പടമൊക്കെ വരക്കുമെന്നൊക്കെ പറയാനുണ്ടല്ലോ, പക്ഷെ എനിക്കൊന്നും പഠിപ്പിച്ച് തന്നിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് പരാതിയാണ് എപ്പോഴും. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊച്ച് പറയണത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഓരോ ഇതായിട്ട് എങ്ങനെയാണ് പടം വരയ്ക്കണേന്ന് പഠിപ്പിച്ചെടുക്കാനാണ് പറയണത്. അത് മാത്രമല്ല, ഞാൻ കുഞ്ഞുങ്ങളെ ആക്കാനായിട്ട് പോണ ടൈമിൽ അവിടെ കുറച്ച് പിള്ളേർ സെറ്റ് ഉണ്ട്. അപ്പോൾ അവരും ഇങ്ങനെ പറയാറുണ്ട്, ആൻറ്റി ഞങ്ങൾക്ക് പടം വരക്കാൻ പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്നത്തെ വീഡിയോ അതായിക്കോട്ടെ എന്ന് എഴുതി. അപ്പോൾ ഈ ഒരു പേപ്പറും ഒരു പെൻസിലും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് എങ്ങനെ വരയ്ക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. കുഞ്ഞു മക്കൾക്കായിട്ടുള്ള വീഡിയോ ആണ്, വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുതാരും. അപ്പോൾ അത് ഇനിയിപ്പോൾ വീഡിയോ ഇതെന്തെന്നാണെന്നൊന്നും ചോദിക്കരുതാരും. അപ്പോൾ അത് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയൊരു അരയന്നത്തിനെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെറിയ പാരൻസിനൊക്കെ ഉണ്ടാവും ഇങ്ങനെ വരയ്ക്കാനായിട്ട് അറിയില്ലല്ലോ എന്നുള്ള. അപ്പോൾ ആ ഒരു സങ്കടമൊന്നും വേണ്ട. ഇതൊക്കെ കണ്ട് പാരൻസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും വരയ്ക്കാൻ കിട്ടും വേഗം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു അരയന്നത്തിനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ആദ്യം വരച്ചത്. ഓക്കെ, ഈ ഒരു ഷേപ്പാണ് ഇതിൻ്റെ ബേസ്, മനസ്സിലായില്ലേ? അടുത്ത സ്റ്റെപ്പ്, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയണത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ എടുക്കുക, ഇവിടെ ഇങ്ങനെ വളച്ച് കൊണ്ടുവരാം, ഇങ്ങനെ കൊണ്ടുവരാം. ഇവിടെ നിന്ന് നമുക്ക് ചിറക്, മനസ്സിലായില്ലേ? ഇങ്ങനെ 3 ചിറക് ഇട്ട് കൊടുത്തു, കണ്ടോ? ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായി. ഇതായപ്പോൾ അരയന്നത്തിൻ്റെ ചിറക് നമുക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരാം. ഇവിടെ നിന്ന് ഇങ്ങനെ നീട്ടി 3 ചിറക്, ഒരു ചിറകും കൂടി നമ്മൾ എക്സ്ട്രാ കൊടുത്തു, മനസ്സിലായോ? ഇനി ഇവിടെ നിന്ന് നമ്മൾ കൊക്കിൻ്റെ ഭാഗവും കൂടി കൊടുക്കുകയാണ്, മനസ്സിലായില്ലേ? അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഇങ്ങനെ വന്ന് ഇതിങ്ങനെ കുറേ പ്രാവശ്യം വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് തറമായി, മനസ്സിലായില്ലേ? 2, 3, 4. ഇനി ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വെക്കട്ടെ കാണാൻ. ഇനി നമ്മൾ കൊക്കിൻ്റെ ഭാഗം കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ബാക്കിയുള്ളതും കൂടി വരയ്ക്കാൻ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ സർക്കിളായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്ത് കൊക്കിൻ്റെ ഭാഗം വരച്ചു. അപ്പോൾ കണ്ടില്ലേ, അരയന്നത്തിൻ്റെ പകുതിയായിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ സ്റ്റെപ്പും 4ാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫുള്ളായി വരയ്ക്കുകയാണ്. അരയന്നത്തിന് നമ്മൾ ഫുള്ളാക്കി വരയ്ക്കുകയാണ്. അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിതാ ഇച്ചിരി വലുതാക്കി ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വന്ന് കണ്ടോ, ഇവിടെ ഒന്ന് കൂർപ്പിച്ചെടുത്തു, മനസ്സിലായില്ലേ? ഇവിടെ ഒന്ന് കൂർപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇട്ടു. ഇനി ഇവിടെയും ഒന്ന് ഇങ്ങനെ കൂർപ്പിച്ചെടുത്ത് 1, 2, 3, 4. ഓക്കെ, ഇത്രയായി. ഇനി നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ കൊക്ക് ഇങ്ങനെ വരച്ചെടുക്കുക, ഇത്രയും. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി ഇവിടെ നിന്ന് ഇങ്ങനെ സർക്കിൾ എടുക്കുക. ഇതിങ്ങനെ എടുത്തിട്ട് ഈ കൊക്ക് ഇവിടെ കൊണ്ട് ഇങ്ങനെ മുട്ടിക്കാം. ഓക്കെ, അതിന് ശേഷം ഇതിനൊരു കൊക്ക് വരച്ചു കൊടുക്കണ്ടേ? കഴുത്തല്ലേ നമ്മൾ വരച്ചത്. ഒരു കൊക്ക് വരച്ചു കൊടുത്തു, ഒരു കണ്ണ് വരച്ചു കൊടുത്തു. അപ്പോൾ എന്തോ ഒരു കുറവുണ്ടല്ലോ അല്ലേ? ചെറിയൊരു ചിറവും കൂടി, അപ്പുറത്തെ വശത്തെ ചിറവും കൂടി നമുക്ക് കുറവുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഓക്കെ, കണ്ടില്ലേ? ഒരു അരയന്നത്തിനെ കിട്ടി നമുക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെറിയൊരു ബേസ് ഇട്ട് കൊടുത്തു. അടുത്തത് നമ്മളതിൽ ചിറക് വരച്ചെടുത്തു. അടുത്തതിൽ ചിറകിൻ്റെ ഒപ്പം നമ്മൾ കഴുത്ത് വരച്ചെടുത്തു, കഴുത്ത് പൂർത്തീകരിച്ചു. 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അരയന്നത്തിനെ പൂർത്തിയാക്കി. ഇനി ഇത് വെള്ളത്തിലല്ലേ അരയന്നം പോകുന്നത്, അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇച്ചിരി വെള്ളം പോലെ തോന്നിക്കുന്നതക്ക രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ വെള്ളം ഇട്ട് കൊടുക്കാം. ഓക്കെ,
കണ്ടില്ലേ? അപ്പോൾ കുഞ്ഞു മക്കൾക്കായിട്ടുള്ള അരയന്നം പൂർത്തിയായി. മനസ്സിലായോ? എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു കുഞ്ഞ് അരയന്നത്തിനെ എങ്ങനെ വരയ്ക്കാമെന്ന് കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നോക്കിയിട്ട് എന്നോട് പറയണം, ചെയ്യാൻ പറ്റിയോ വരയ്ക്കാൻ പറ്റിയോ എന്നൊക്കെ എന്നോട് പറയണം കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? നോക്കി ഓരോ സ്റ്റെപ്പും. ഇതൊരു സ്ക്രീൻഷോട്ട്, ഈ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരയ്ക്കാം. കണ്ടില്ലേ? ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് വരയ്ക്കാവേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് വരയ്ക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ മനസ്സിലാവുമല്ലോ. ആദ്യം തന്നെ നമുക്ക് വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വല്ല വളയോ അല്ലെങ്കിൽ സർക്കിളായിട്ടുള്ള ഷേപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പാണേ. അടുത്ത സ്റ്റെപ്പ് വരയ്ക്കാൻ പോണത് എന്താ, നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരച്ചു. ഇനി ഇതിന് മുകളിലായിട്ടൊരു കുഞ്ഞ് സർക്കിളും കൂടി വരയ്ക്കാം. ഓക്കെ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, സർക്കിൾ വരയ്ക്കുക, മുകളിലൊരു കുഞ്ഞ് സർക്കിൾ വരയ്ക്കുക. ഇതാ ഇവിടെ 2 സർക്കിളായെന്ന് പറയാൻ പറ്റില്ല, 2 കൈ പോലെ വരയ്ക്കാം. ഇപ്പോൾ മനസ്സിലായോ എന്താണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന്? ഓക്കെ. അപ്പോൾ അടുത്തത് നാലാമത്തെ സ്റ്റെപ്പ്, നമ്മളൊരു സർക്കിൾ വരയ്ക്കുക, ഒരു തല വരയ്ക്കുക, 2 കൈ വരയ്ക്കുക, 2 കാല് വരയ്ക്കുക, ഒരു വാലും വരയ്ക്കാം. ഓക്കെ. ഇപ്പോൾ മനസ്സിലായോ? അത് തന്നെ നമ്മുടെ ആമച്ചേട്ടനെയാണ് വരയ്ക്കണത്. അടുത്തത് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ കാര്യം കഴിയും. കണ്ടില്ലേ? ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കാം, ഒരു തല വരയ്ക്കാം, കൈ വരയ്ക്കാം, 2 കാല് വരയ്ക്കാം, ഒരു വാല് വരയ്ക്കാം. ഇതാ 2 കണ്ണും കൂടി വരയ്ക്കണം. ഇനി നമ്മുടെ ആനയുടെ പുറത്തുള്ള ആ തോടില്ലേ, അത് വരയ്ക്കണ്ടേ? അതിന് അതിങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കാം. ഇനി ഇത് ഇങ്ങോട്ട് 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 ഇങ്ങനെ ഇങ്ങനെ യോജിപ്പിക്കാം. കണ്ടോ? ഇതിപ്പോൾ എന്തായി? ഒരു ആമക്കുട്ടനായി. കണ്ടില്ലേ? ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് സെക്കൻഡ് സ്റ്റെപ്പ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്. അപ്പോൾ 5 സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ ഇതാ ആമക്കുട്ടനെ വരച്ചു. കണ്ടില്ലേ? ഇതാ ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുഞ്ഞുമക്കൾക്ക് ഇപ്പോൾ വരച്ചതാന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമുക്ക് അവർക്ക് വരച്ച് കൊടുക്കാനായിട്ട് പാരൻസിനൊക്കെ വരച്ച് എത്രയും പെട്ടെന്ന് വരച്ചു കൊടുക്കാൻ പറ്റിയ 2 ക്യാരക്ടർ ഞാൻ പറഞ്ഞു തന്നു. ഒരു അരയന്നത്തിനെയും ഒരു ആമക്കുട്ടനെയും പറഞ്ഞു തന്നു. ഇതാ കണ്ടില്ലേ? ഒരു ആമക്കുട്ടനെയും ഒരു അരയന്നത്തിനെയും നമ്മൾ വരച്ചെടുത്തു. കണ്ടില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. എല്ലാ കുഞ്ഞുമക്കളും ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുഞ്ഞു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ചാനൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും, അപ്പോൾ ഇനി പാരൻസാണ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ പാരൻസ് ഇത് കണ്ടിട്ട് കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു, ടാറ്റാ, ബൈ ബൈ.